നമസ്കാരം. ഞാൻ ശരവൺ മഹേശ്വർ. വീണ്ടും വീണ്ടും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു പുതിയ പ്രോഗ്രാം അതിൻ്റെ തുടക്കത്തിലാണ് ഞാൻ. ഇതേക്കുറിച്ചിട്ട് മുൻപ് പലവട്ടം പറഞ്ഞു എങ്കിലും കാര്യമാത്രയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യജീവിതം, അതിൽ നേരിടേണ്ടി വന്ന ഒരുപാട് പ്രതിബന്ധങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ. ഇന്ന് നിങ്ങളോട് ഇത് പറയാനിരിക്കുമ്പോൾ അന്നത്തെ എൻ്റെ മനസ്സ് അനുഭവിച്ച വേദനകൾ, അത് അത്ര ഭയാനകവും ഭയങ്കരവുമാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അതിന് സ്ഥായിയായിട്ടുള്ള ഒരുപാട് ഭാവങ്ങളുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇന്നത്തെ തലമുറ ചെറിയ കാര്യങ്ങൾക്ക് പോലും, നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്നു. ഒരു മാസത്തെ പത്രങ്ങൾ നമ്മൾ അവലോകനം ചെയ്താൽ, അത് മറിച്ചു നോക്കിയാൽ, ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തവർ, മൊബൈൽ കാണാൻ കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യത്തിൽ 14 വയസ്സുകാരൻ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വേദനകൾ, ഇതൊക്കെ വരുമ്പോൾ ഓരോ കുടുംബത്തെയും അനാഥമാക്കിക്കൊണ്ട് മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. ജീവിതം ത്രസിപ്പിക്കാനുള്ളതല്ല, സന്തോഷിക്കാനുള്ളതാണ്. ഇവിടെ വേദവും വേദാന്തവും ഒന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. 1989 ഒക്ടോബർ മാസം 6-ാം തീയതി ഖത്തർ എന്ന രാജ്യത്തേക്ക് ഞാൻ എത്തപ്പെടുകയാണ്. 2004 ജൂലൈ 24-ാം തീയതി 15 വർഷത്തെ ജീവിതത്തിന് ശേഷം ഞാൻ മടങ്ങിയെത്തുകയാണ്. ഇതിൽ 9 വർഷക്കാലം അനുഭവിച്ച അനുഭവങ്ങൾ ചിന്തയ്ക്കും അപ്പുറമാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്നത് തന്നെ സംശയമാണ്. ആവിധ വിവരങ്ങളൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാവുന്നത്, ഏത് ചാനലിലാണ് ഇത് അവതരിപ്പിക്കുക എന്നൊന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിലും പല ചാനലുകളുമായിട്ടും ഡിസ്കഷൻ നടന്നു വരികയാണ്. സ്പാർക്ക് മീഡിയയിലൂടെ ശങ്കജം എന്ന പ്രവാസ ജീവിതത്തെ ബന്ധിച്ചുകൊണ്ടുള്ള ഒരു നോവൽ 38 അധ്യായങ്ങളിലൂടെ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുകയുണ്ടായി. ഏകദേശം 1,50,000 പേർ അത് കാണുകയും ആസ്വദിക്കുകയും കേൾക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം പേർ അത് കാണുന്നു. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. 8 മാസക്കാലം അതായിരുന്നു എൻ്റെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഒരു പുതിയ സംരംഭം എന്നുള്ള നിലയിൽ ഞാൻ സ്പാർക്ക് മീഡിയയുടെ CEO ശ്രീജാജിയുമായിട്ട് വിശദമായ ചർച്ച നടത്തി. അങ്ങനെ ഞാൻ എഴുതിയ കാലമേ പാർവതിയോട് പറയൂ എന്നുള്ള 101 കവിതകൾ ഒരു പ്രത്യേക ആവിഷ്കാരത്തിൽ അവതരിപ്പിക്കാനും, കവിതയ്ക്കനുസരിച്ചിട്ടുള്ള ദൃശ്യങ്ങളും കവിത ആലപിക്കാൻ ഗായകരും സംഗീത സംവിധായകരും
അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ പരിശ്രമത്തിലാണ് 2023 നവംബർ 17 ആദ്യത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുകയും ഈ ജൂലൈ മാസം 6 101 കവിതയുടെ ആവിഷ്കാരവും ഉൾപ്പെടുത്തിക്കൊണ്ട് 9 മാസം കൊണ്ട് ഈ കവിതാ സമാഹാരം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്നത് ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. മറ്റു ചാനലുകളിലോ മറ്റു മാധ്യമങ്ങളിലോ ഇങ്ങനൊരു സംരംഭം വന്നിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. ഡൽഹിയിലെയും ബാംഗ്ലൂരിലെയും ഒരുപാട് മാധ്യമപ്രവർത്തകരുമായിട്ട് ഒക്കെ സംസാരിച്ചപ്പോഴും ഇങ്ങനൊരു രീതി, കവിത എങ്ങനെ ജനിച്ചു, കവി തന്നെ കവിതകൾ ആരംഭിക്കുക, അതിനനുയോജ്യമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തുക, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നം, അതിന് വീഡിയോഗ്രാഫിയും മറ്റും ചെയ്ത വീഡിയോഗ്രാഫിയും മ്യൂസിക്കും ദൃശ്യങ്ങളും ഒക്കെ ഒരുക്കിയ ഖത്തർ ടൈംസിൻ്റെ എഡിറ്ററും കവിയും ജേർണലിസ്റ്റുമൊക്കെ മുഹമ്മദ് സയ്യിർ ഭണ്ഡാരത്തിൽ, ഞാൻ സംവിധാനം ചെയ്ത മറന്നു നീയൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ച സംഗീത ശ്രീശൻ, ഡെൻസൺ പോള്, അങ്ങനെ പ്രശാന്ത് പയ്യന്നൂർ, സഞ്ജു ചെറുവത്താനി, ഹരികുപ്പം, എഡിറ്ററായ ഗീതിക എസ് അജയ്, അങ്ങനെ നിരവധി പേരുടെ 10-15 പേരുടെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ ഈ 101 കവിതകൾ 101 എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് കവിതയാണ്. ഇത് കഥയും നോവലും ഡാൻസും പാട്ടും സിനിമയും ഒന്നുമല്ല. അപ്പോൾ കവിതയെ ആസ്വദിക്കാൻ കഴിവുള്ള, കവിതയെ ഇഷ്ടപ്പെടുന്ന, കവിതയെക്കുറിച്ച് ചിന്തിക്കുന്ന എഴുത്തുകാരും മറ്റ് കലാകാരന്മാരും കവിതയോട് താല്പര്യവുമുള്ള കുറേയധികം ആളുകൾ ഇതുവരെ കണ്ടത് ഏകദേശം 22,000 ചില്ലുവാനം പേരാണ്. ഒരുപാടെല്ലാം കൂട്ടി പറഞ്ഞ് ശ്രദ്ധയൊന്നും നേടേണ്ട കാര്യമില്ല. എങ്കിലും ദിനംപ്രതി ഒരു 10 പേരെങ്കിലും ഇത് കാണുന്നു എന്ന് പറയുന്നത് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ സന്തോഷത്തിന് വക നൽകുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഈ 2 പ്രോജക്റ്റിൽ നിന്നും ഉണ്ടായിട്ടില്ല. ശരവൺ മഹേശ്വർ എന്നുള്ളൊരു എഴുത്തുകാരൻ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു എന്നുള്ളൊരു ഗുണം മാത്രമാണ് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ കുറേ കൂടെ നല്ല രീതിയിലും 100 എപ്പിസോഡുകളായിട്ടാണ് ഒരു വർഷം കൊണ്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആത്മനൊമ്പരങ്ങളിൽ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്ന cyberbit.net പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം, ഇതാണ് പുസ്തകം. ഇതുവരെ പബ്ലിക്കായി റിലീസ് ചെയ്തിട്ടില്ല. പക്ഷേ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ലഭിക്കുന്നുണ്ട് ഈ പുസ്തകം. എങ്കിൽ 17 പുസ്തകങ്ങൾ ഒന്നിച്ച് പ്രകാശനം ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതിൻ്റെ വർക്കുകൾ ഇന്ന് നടക്കുന്നു. ഡൽഹിയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഈ പുസ്തകം റിലീസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ അനുസ്യൂതം തുടരുന്നു. എന്ന്, എപ്പോൾ, എങ്ങനെ എന്ന് പറയാവതല്ല. എങ്കിലും എൻ്റെ പരിശ്രമങ്ങൾ തുടരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സൃഷ്ടി എന്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനുള്ളതാണ്. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് എടുത്തു ചാടുന്ന ഒരു രീതിയാണ് ഇന്ന് കാണുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം വരണം. അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷങ്ങൾക്ക് മുമ്പ് കലാകൗമുദിയുടെ ഒരു ലക്കത്തിൽ അതിൻ്റെ മുഖചിത്രത്തിന് വേണ്ടി പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ജയരാജ് വല്യശാല എന്നോട് പറഞ്ഞു, ചങ്ങല ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്നാപ്പ് എടുക്കണം, അതിനെ താടിയെല്ലാം വളർത്തി വികൃതമായിട്ടുള്ളൊരു രൂപം, ഒരു 1.5 മാസക്കാലം എടുത്തു അങ്ങനെ ഒരു രൂപം സൃഷ്ടിച്ചെടുക്കാൻ. അങ്ങനെ തിരുവനന്തപുരത്തെ തമ്പാനൂരുള്ള ശ്രീകുമാർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്ന്
ഏകദേശം ഒരു 5 മണിയോടടുപ്പിച്ച് 10-15 സ്റ്റിൽസുകൾ എടുക്കുമ്പോൾ ഏതോ ഒരു ചിത്രം വിട്ട് ജനങ്ങൾ ആർത്തിരമ്പി പുറത്തോട്ട് വരുമ്പോൾ അവർ കരുതിയത് ഇതൊരു ഷൂട്ടിംഗ് ആണെന്നാണ്. തള്ളലും പ്രശ്നങ്ങളൊക്കെ ആയി പെട്ടെന്ന് കുറേ സ്നാപ്പുകളെടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ കിടന്ന ഇരുമ്പിൻ്റെ ഒരു അംശം കൊണ്ട് കൈ കീറുകയും അവിടെ അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ടെറ്റനസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു. ശരിയായ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാത്ത ചൂടുവെള്ളത്തിലിട്ട് മുക്കിയെടുത്ത ഹാൻഡ് നീഡിൽ കൊണ്ട് ഇഞ്ചക്റ്റ് ചെയ്തതും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സുഹൃത്തായ ഡോക്ടറെ കാണുമ്പോൾ ഒരു സംശയം പറയുകയും അങ്ങനെ രക്തം പരിശോധിക്കുമ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ചിരിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം ശാസ്ത്രമംഗലത്തെ രാമദാസ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അന്ന് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. എന്നെ കാണാൻ അമ്മ മാത്രമേ വരാറുള്ളൂ, പിന്നെ ചില സുഹൃത്തുക്കളും. അവിടെ ഇങ്ങനെ കിടക്കുന്ന അവസരത്തിൽ പകൽ സമയങ്ങളിൽ ട്രിപ്പ് തന്ന് അവിടെ ഇങ്ങനെ കിടത്തുമ്പോൾ ഞാൻ വായിക്കാനെടുത്തൊരു പുസ്തകമാണ് പ്രശസ്ത എഴുത്തുകാരനും നാടക സംവിധായകനും ലോകപ്രശസ്തനുമായ സർവശ്രീ എൻ പിള്ളയുടെ ഞാൻ എന്നുള്ള പുസ്തകം ഞാൻ വായിക്കാനിടയാകുന്നത്. 2ാം ലോകമഹായുദ്ധത്തിലും പങ്കെടുക്കുകയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണുകയും സംസാരിക്കുകയും അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള അനുഭവങ്ങൾ കോർത്തിണക്കിയ ഞാൻ എന്നുള്ള പുസ്തകത്തിന് അബുദാബി ശക്തി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ കിടന്ന് ഈ ഞാൻ എന്നുള്ള സൃഷ്ടി വായിച്ചു തരുമ്പോൾ എനിക്കുണ്ടായ പ്രചോദനം, എനിക്കുണ്ടായ തോന്നൽ എന്തെന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമായ ദുഃഖസാന്ദ്രമായ അനുഭവങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യജന്മം. സത്യത്തിൽ അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ജനിച്ചിരുന്നുവെങ്കിൽ ഒരു 10 നോബൽ സമ്മാനം കിട്ടിയേനെ. അദ്ദേഹത്തിൻ്റെ സൃഷ്ടി അത്ര ഗംഭീരമാണ്. ഡൈനമൈറ്റും മറ്റും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അറിവിൻ്റെ ഒരു ഉറവിടമാണ് ശ്രീ എൻ പിള്ള. നടൻ എന്നതിനേക്കാൾ ഉപരി നാടകത്തെ പറ്റിയിട്ടുള്ള അഗാധമായിട്ടുള്ള അറിവ് ഞാൻ നേരിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടനായ ശ്രീ വിജയരാഘവന് ഞാനൊരു കത്തയച്ചിരുന്നു. അദ്ദേഹം എഴുതിയ എഴുത്തുകളും അദ്ദേഹം എഴുതിയ കാര്യങ്ങളുമെല്ലാം സൂക്ഷിച്ചു വയ്ക്കണം. അത് ഭാവി തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കാണാനും അതേപ്പറ്റി ചിന്തിക്കാനും അനുഭവിക്കുവാനും ഒക്കെ കഴിയും എന്ന്. അപ്പോൾ ഇത്തരുണത്തിൽ ഞാൻ പറയുന്നത്, ആ ഒരു പുസ്തകത്തിലെ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് ഇത് പറയാൻ ഇടയാകുന്നത്. ആ അനുഭവങ്ങൾ എന്നിൽ കോറിയിട്ട തോന്നലുകൾ, ചിന്തകൾ ആണ് ഒരുപാട് പ്രതിബന്ധങ്ങളെ തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനുമൊക്കെ എനിക്ക് കഴിഞ്ഞത്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു പുസ്തകം വായിക്കാനും വിലയിരുത്താനും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ആ കാലയളവിലാണ് ആശുപത്രിയിൽ നിന്നും ഡോക്ടറോട് പെർമിഷൻ വാങ്ങിച്ച് എൻ്റെ ജീവിതസഖിയെ കണ്ടെത്താനും വിവാഹ നിശ്ചയം നടത്തുവാനുമൊക്കെ വന്നത് ഹോസ്പിറ്റലിൽ നിന്നും വന്നിട്ടാണ്. വീണ്ടും മടങ്ങി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ കാലം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ച ഒരുപാട് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ ഓരോ എപ്പിസോഡുകളായി ഒരു പുതിയ രീതിയിൽ, ഒരു പുതിയ ആവിഷ്കാര രീതിയിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൽ ഞാൻ എഴുതിയ, അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ എസ് ജയകുമാർ ഈണം നൽകിയ, ജോസ് സാഗർ എന്ന പിന്നണി ഗായകൻ പാടിയ മോഹങ്ങൾ കൊണ്ടൊരു കൊട്ടാരം എന്നുള്ളൊരു ഗാനവും ഒരു പുതിയ രീതിയിലാണ് ഇതിൻ്റെ ആവിഷ്കാരവുമെല്ലാം. എല്ലാ ആഴ്ചയിലും വെള്ളിയും ഞായറും 2 ദിവസങ്ങളിൽ വെച്ച് 1 മണിക്കൂർ ദൈർഘ്യമുള്ള
എപ്പിസോഡുകളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പരിശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. 2 മാസം കൊണ്ട് ഇതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ ലോകത്തുള്ള സകല പ്രവാസികളും, പ്രവാസ ജീവിതം നയിക്കുന്നവരും പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നവരുമെല്ലാം ഇത് കാണണം. ഓരോ നിമിഷങ്ങളും എങ്ങനെ ജീവിച്ചു തീർക്കാം എന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ, 100 ഒരു 200 എപ്പിസോഡിനുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ അത് 100 എപ്പിസോഡായിട്ട് ഇവിടെ പറയുന്നത് അത്രമാത്രം മോശപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് സർവശക്തൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുവിധം സുഖമായി ജീവിക്കാനും ഭാര്യയും ഒരു മകനും ഉള്ള ചെറിയ കുടുംബം സംതൃപ്തമായി പോകുന്നു. പക്ഷേ കാലത്തിൻ്റെ രജതരേഖയിൽ എഴുതപ്പെടേണ്ട ഒരു സൃഷ്ടിയാണിത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു എന്നെനിക്കറിയില്ല. ഇത് ഓരോ പ്രവാസിയും, ലോകത്തുള്ള ലക്ഷോപലക്ഷം പ്രവാസികൾ ഇത് കാണുകയും ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ ഇത്തരണത്തിൽ പറയട്ടെ. ഖത്തറിലും UAE-യിലും സൗദിയിലും മസ്കറ്റിലും മാൽഡീവ്സിലും ബഹ്റൈനിലും അങ്ങനെ 6-7 രാജ്യങ്ങളിൽ ഞാൻ പ്രവാസ ജീവിതം നയിച്ചിട്ടുണ്ട്. ഏകദേശം 31 വർഷത്തോളം എൻ്റെ ആയുസ്സിൻ്റെ പകുതിയോളം ഞാൻ ചിലവഴിച്ചത് ഗൾഫ് മേഖലയിലാണ്. അതുകൊണ്ട് ആ അനുഭവങ്ങൾക്ക് തീക്ഷ്ണതയുണ്ടാവും. ഇത്തരണത്തിൽ ഇതിനു വേണ്ടി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. സഹൃദയരായ എല്ലാവരും ഇത് കാണുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.